ബിഗ് ബോസ് മലയാളം സീസൺ 7 ക്യാപ്റ്റൻസി നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷ്മി, ആദില, ജിസേൽ എന്നിവരാണ്. ആദിലെ തിരഞ്ഞെടുത്തത് ആദിലേക്ക് ഭയങ്കര മടിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള റീസൺസ് ആയിരുന്നു. ലക്ഷ്മിയെ തിരഞ്ഞെടുത്തതാകട്ടെ, അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കളയും, പിന്നെ ഒന്നിലും നിൽക്കത്തില്ല, അപ്പം അധികം സംസാരിക്കുന്നൊന്നുമില്ല, അപ്പോൾ ഒന്ന് ആക്റ്റീവായി വരാനുണ്ട് എന്നുള്ളതാണ്. ജിസേൽ എന്ന് പറയുന്നത് എപ്പോഴും ബിഗ് ബോസ് വിളിക്കുമ്പോൾ ലിവിങ് ഏരിയയിലൊക്കെ താമസിച്ച് വന്നാണ് ഇരിക്കുന്നത്. പിന്നെ ബാത്റൂമിൽ നന്നായിട്ട് ക്ലീനിങ് വർക്കും കാര്യങ്ങളും ഒക്കെ കൈ വരെയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തു. ഇതൊക്കെയാണ് റീസൺ. പലരും പറഞ്ഞ റീസൺസ് ഒക്കെ എന്ന് പറയുന്നത് മടിയായതുകൊണ്ട് ഒന്ന് ആക്റ്റീവ് ആവട്ടെ, സംസാരിക്കാത്തതുകൊണ്ട് ആക്റ്റീവ് ആകട്ടെ, പിന്നെ താമസിച്ച് വരുന്നതുകൊണ്ട് ഒന്ന് ക്യാപ്റ്റനായി ഉത്തരവാദിത്തം എടുത്ത് നോക്കട്ടെ. എടോ, ഇത് 50-60 ദിവസം കഴിഞ്ഞു ബിഗ് ബോസ്. ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ ആക്റ്റീവ് ആക്കാനാണോ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവർ ഇരിക്കുന്നത്? നിങ്ങൾ ഒരാളെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരാഴ്ച കൂടി അവിടെ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ റീസൺസ് പറയുമ്പം ഇത് ജയിൽ നോമിനേഷനിൽ പറയേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് ക്യാപ്റ്റൻസിയിൽ പറയേണ്ട കാര്യങ്ങൾ എടുത്ത് ജയിൽ നോമിനേഷനിലൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും ഇവർ 3 പേരുമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ. ആരാകും ക്യാപ്റ്റൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.